ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ കല്യാണം കഴിച്ചെന്ന് വെച്ച് സ്വന്തം മകൻ മകനല്ലാതാവൂ? എന്നോടുള്ള വിരോധം നീ ഉണ്ണിയോട് കാണിക്കരുത്. ഇങ്ങനെ ഒറ്റപ്പെടുത്താതെ നീ അവനെ വിളിച്ചോണ്ട് വാ. മിണ്ടിപ്പോരുത്. അവന്റെ കാര്യം എനിക്കിനി കേൾക്കണ്ട. എന്നെ എന്ന് ധിക്കരിച്ച് അവൻ അവന്റെ വഴിക്ക് ഇറങ്ങിപ്പോയോ അന്ന് ഞാനും അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു. നാണമില്ലടോ എനിക്ക്. ആദർശവും പുരോഗമന ചിന്താഗതിയും ഒക്കെ പ്രസംഗത്തിൽ മാത്രം പോരാ. മനസ്സുകൊണ്ട് ജാതിയിലും മതത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന പഴഞ്ചനാണ് താൻ, ഒരു യഥാർത്ഥ പിന്തിരിപ്പൻ. മതി പ്രസംഗം. എല്ലാ മതക്കാരെയും ഒരുപോലെ കാണാനും സ്നേഹിക്കാനും കഴിവുള്ളവനാണ് ഞാൻ. ഈ നാട്ടിലെ എല്ലാ മതക്കാരുടെയും ആഘോഷങ്ങളിലും ചടങ്ങുകളിലും അവരിൽ ഒരാളായി ഞാൻ നിന്നിട്ടുമുണ്ട്. ഒരു ഹിന്ദുവായിട്ടല്ല, ഒരു മനുഷ്യനായിട്ടാണ് കിള്ളിക്കുറിശിക്കാരനെ കണ്ടിട്ടുള്ളത്. പക്ഷേ സ്വന്തം മക്കളുടെ വിവാഹത്തെക്കുറിച്ച് ഏതൊരു പിതാവിനും ചില സ്വപ്നങ്ങളൊക്കെ കാണും. അത് തകർക്കാൻ ആത്മസ്നേഹിതൻ തന്നെ കൂട്ടുനിന്നാൽ ഈ ഔസേപ്പിന്റെ പകരം ഒരു അന്യമതക്കാരിയെ കല്യാണം കഴിച്ചാൽ ഇവൻ സഹിക്കുമോ? അങ്ങനെയാണോ നീ എന്നെ കരുതിയിരിക്കുന്നത്? നീയും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്നായിരുന്നു എന്റെ ധാരണ. എന്റെ മകനാണെങ്കിലും ഈ സാഹചര്യത്തിൽ ഞാൻ ഇതേ ചെയ്യൂ. ഒരു മടിയും കൂടാതെ രണ്ട് കൈ നിന്നിട്ട് സ്വീകരിക്കുകയും ചെയ്യും. പറയാൻ എളുപ്പമുണ്ട്. അത്രയ്ക്ക് മനസ്സുണ്ടെങ്കിൽ ഒരു അന്യമതക്കാരിയെ തൊമ്മിച്ചില കെട്ടിക്കൊടുക്കും. വെല്ലുവിളിക്കാണോ? അങ്ങനെ തന്നെ കൂട്ടിക്കോ. ശരി, അങ്ങനെയെങ്കിലും എനിക്ക് എന്റെ പഴയ കൂട്ടുകാരനെ തിരിച്ചു കിട്ടുമെങ്കിൽ, ഉണ്ണികൃഷ്ണനെ തിരിച്ച് വീട്ടിൽ കയറാൻ കഴിയുമെങ്കിൽ, കർത്താവിനെ സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു, ഒരു മാസത്തിനകം എന്റെ മകൻ തൊമ്മിക്കുഞ്ഞിനെ കൊണ്ട് അന്യമതത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ ഞാൻ കെട്ടിച്ചിരിക്കും. ഈ വാക്കെനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ ഔസേപ്പിനെ നീ ഇനി ജീവനോടെ കാണില്ലടാ. എന്നതാ എന്റെ കർത്താവെ ഞാനീ കേൾക്കുന്നേ? ലോകത്തിൽ ഏതെങ്കിലും തന്തമാർ ഇങ്ങനെ ചെയ്യോ? കൂട്ടുകാരനോടുള്ള വാശി തീർക്കാൻ സ്വന്തം മാനെ കൊണ്ട് അന്യജാതിക്കാരി പെണ്ണിനെ കെട്ടിക്കാമെന്ന് ശപഥം ചെയ്തിച്ചു വന്നിരിക്കുന്നു. വാശിയല്ലടി, ആ ഉണ്ണിയുടെ കാര്യം ഓർത്തിട്ടാ. അവൻ ഈ ഗതി വന്നതിന് ഞാനും കാരണക്കാരനായി പോയില്ലേ? അവനെ അനന്തന്റെ വീട് തിരിച്ചു കയറ്റുന്നതിന് വേണ്ടി ഇതല്ല ഇതിനപ്പുറവും ഞാൻ ചെയ്യും. ചെയ്തോ? പക്ഷെ പ്രയോജനം ഉണ്ടാവും തോന്നില്ല. ഇപ്പൊ അയാളെ ആ പങ്കജവല്ലിയുടെ മക്കളുടെയും കയ്യില. അവര് വരച്ച് വരവിട്ട് ഒരു ഇഞ്ച് മാറത്തില്ല. അനന്തൻ എങ്ങനെ വേണമെങ്കിലും നടന്നോട്ടെ, എനിക്കെന്റെ മനസാക്ഷിയാണ് വലുത്. ജാതിയും മതവും എനിക്കൊരു പ്രശ്നമല്ല. തൊമ്മിക്കുഞ്ഞൊരു പറ്റിയ ഒരു അന്യജാതി പെണ്ണിനെ കണ്ടുപിടിച്ച് അവന്റെ കല്യാണം ഞാൻ ഉടനെ നടത്തും. എങ്ങനെ നടത്തുമെന്നാ? ക്രിസ്ത്യാനി ചെക്കനെ കെട്ടാൻ അന്യജാതി പെണ്ണുങ്ങൾ ഇവിടെ ക്യൂ നിൽക്കല്ലേ? നിക്കുമണി, പുഞ്ചക്കാട് കുരിശിങ്കിൽ ജോസഫ് ചാക്കോയുടെ മകനെ കെട്ടാൻ ഇവിടെ പെമ്പിള്ളേര് ക്യൂ നിക്കുമടി. ഇത് ഞാനോട് ഇനി ആര് പറഞ്ഞു മനസ്സിലാക്കും? ഇതിന് എന്റെ വീട്ടുകാരറിയുമ്പോ അവരോട് എന്നാ സമാധാനം പറയേ എന്റെ മാതാവേ? വെറുതെ സമാധാനം ബോധിപ്പിക്കാൻ ഇളഞ്ഞിക്കാരെ എന്ന അരമന കോടതിയോ? അട്ടെ പിടിച്ച് മെത്തെ കിടത്തിയാൽ അത് കിടക്കുവോടാ? അതിപ്പോ കിടത്തി നോക്കാതെ എങ്ങനെ പറയാൻ പറ്റും കൊച്ചമ്മ? വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഒരു അട്ടയെ പിടിച്ച് കൊച്ചമ്മയുടെ മെത്തയിൽ കിടത്തിയ നിർത്തിയിട്ടാനെ. ഒരു പഴഞ്ചൊല്ല് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ അറിയാത്ത നിന്നെ പിടിച്ച് ഞാൻ വീട്ടുവേലയ്ക്ക് വെച്ചല്ലോടാ. എനിക്കൊരു പഴഞ്ചൊല്ലറിയാം. അതേതാടാ? പെണ്ണിനെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ പെണ്ണ് തലയിൽ കയറി നിരങ്ങും. അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടോ? ഇല്ലേ? നീ ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞേ? ഇവിടുത്തെ വേലക്കാരികളെ ഉദ്ദേശിച്ച. ഓ, അമ്മ അറിഞ്ഞോ? അച്ഛനാ ജോസഫ് ചാക്കയുടെ ഗൺമാൻ ഉദ്യോഗം സ്വീകരിച്ചു. ഒരു തോക്ക് നേരെ ചൊവ്വെ പിടിക്കാൻ പോലുള്ള ശക്തി നിന്റെ അച്ഛനില്ലല്ലോടാ. പിന്നെ എന്തോന്ന് ഗൺമാൻ? രണ്ടുപേരും കൂടി എന്തൊക്കെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നാ അറിവ്. ആസൂത്രണം ചെയ്യട്ടടാ. എതിർപ്പുണ്ടെങ്കിലേ ഈ പങ്കജം ഒന്നുകൂടി ഉഷാറാവൂ. ഈ ജന്മത്തഴിച്ചെടുക്കാൻ പറ്റാത്ത കുരുക്കുകളാണ് ഞാൻ ജോസഫിന്റെ കഴുത്തിലിടാൻ പോകുന്നത്. നീ നോക്കിക്കോ. അവസരിപ്പച്ചോ, ഓരോന്നിനും ഓരോ തലവരെയുണ്ട്. അതനുസരിച്ചേ കാര്യങ്ങൾ നടക്കൂ. ചിലർക്ക് രജിസ്റ്റർ മാരേജ്, ചിലർക്ക് ഒളിച്ചോട്ടമാവാം, ചിലരെ പിടിച്ചു കെട്ടിക്കലാവാം. പിള്ളേരായതിനു ശേഷവും കല്യാണം നടത്തുന്നില്ലേ? ഇപ്പോഴുള്ള കല്യാണങ്ങളിൽ 90% പത്രപരസ്യം വഴിയാണ് നടക്കുന്നത്. പത്രത്തിൽ 4 ഫുൾ പേജുകളാണ് മാട്രിമോണിയലിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. എന്നാലും കർത്താവ്, എന്റെ മോന് ഈ മാട്രിമോണിയലൊക്കെ വേണ്ടി വന്നല്ലോ. ഇന്നാർക്ക് ഇന്നാരെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഇല്ലെങ്കിൽ എന്നേക്കാൾ 3 വയസ്സിന് മൂത്ത ആ പിടിയാനെ എന്റെ തലയെ കെട്ടിവെക്കാൻ മാത്രം ഞാൻ കഴിഞ്ഞ ജന്മം എന്ത് പാപം ചെയ്ത് എന്റെ കൊടുങ്ങല്ലൂരമ്മേ. എന്തിനാണോ ചുമ്മാ കൊടുങ്ങല്ലൂർ വരെ പോണത്? തന്റെ വീട്ടിൽ തന്നെ ഇല്ലേ സാക്ഷാൽ ഭദ്രകാളി. മാറ്റർ എഴുതണോ? സുന്ദരനും സുമുഖനുമായ രണ്ടിന്റെ അർത്ഥം ഒന്നല്ലേടോ? എടോ, ഇതിനൊക്കെ ഒരു പത്രഭാഷയുണ്ട്. താൻ വിവാഹ പരസ്യങ്ങൾ തുടർച്ചയായിട്ട് വായിക്കാറില്ലേ? തുടർച്ചയായി വായിക്കാനത് നോവൽ പറ്റുവാണോ? നാനാജാതിയിലും മതത്തിലും പെട്ട ആൾക്കാരുടെ ചെറു ജീവചരിത്രങ്ങളാണല്ലോ പരസ്യങ്ങൾ. ഒക്കെ കൂടി ചേർത്ത് വായിച്ചാൽ ഒരു ആധുനിക ചെറുകഥ വായിക്കുന്ന സുഖം കിട്ടും. വേദാന്തം പറയാതെ എഴുതണോ? സുമുഖനും
സുന്ദരനും ഉന്നത കുലജാതനുമായ ഒരു ക്രിസ്ത്യൻ യുവാവിന് സിറിയൻ ക്രിസ്ത്യൻ എന്ന് പ്രത്യേകം എഴുതണം. കണ്ടോ, അപ്പോഴും ജാതിയുടെ ശാഖ വിടുന്നില്ല. സങ്കുചിത മനസ്ഥിതി. അതല്ലടോ, മനസ്സിൽ വേരുറച്ചിരിക്കുന്ന ചില കാര്യങ്ങള് അത്ര പെട്ടെന്ന് പറിച്ചു കളയാനൊക്കോ? ഇത് തന്നെയാണ് അനന്തകൃഷ്ണന്റെയും പ്രശ്നം. അത് മാറ്റാനല്ലേടോ നമ്മൾ ശ്രമിക്കുന്നത്. സിറിയൻ ക്രിസ്ത്യൻ യുവാവിന് ബ്രാക്കറ്റിൽ നായർ. ബ്രാക്കറ്റിൽ നായർ? അതെന്ത് ജാതിയാടോ? നായരെ ബ്രാക്കറ്റിലാക്കി. ഓഹോ. നായർ, ഈഴവ, ഹിന്ദു, മുസ്ലിം, ബൗദ്ധ, ജൈന, പാഴ്സി, സിഖ്, കൊങ്ങിണി, കിങ്ങിണി തുടങ്ങിയ ഏത് ജാതിയിലും മതത്തിലും പെട്ട സുന്ദരിയും സുശീലയുമായ യുവതികൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം താഴെ കാണുന്ന വിലാസത്തിൽ ബന്ധപ്പെടുക എന്ന്. ഒരു വിഭാഗത്തിലും പെട്ട ക്രിസ്ത്യൻ പെൺകുട്ടികളിൽ നിന്നും ഒരു കാരണവശാലും അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. ഇത് വലിയ അക്ഷരത്തിൽ തന്നെ എഴുതണം. സംഗതി കൊള്ളാം. പക്ഷെ പള്ളിക്കാരും പട്ടക്കാരും തന്റെ ചീട്ട് കീറും. ആര് കീറിയാലും ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. എല്ലാത്തിനേക്കാളും എനിക്ക് വലുത് അനന്തകൃഷ്ണന്റെ തെറ്റിദ്ധാരണ മാറ്റാന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ മരിക്കാൻ പോലും തയ്യാറാ. അതിന് ഇതല്ലാതെ വേറെ ഒരു മാർഗമില്ലേ? എന്തിനു മരിക്കാനോ? അതല്ല, പള്ളിയിലും അരമനയിലും ഒക്കെ അറിഞ്ഞ നമ്മളെ മഹറോൺ ചൊല്ലും. പിന്നെ തെമ്മാടിക്കുഴിയിൽ പോയി കിടക്കേണ്ടി വരും. അയ്യോ, അവിടെ ഭയങ്കര ചൂടാ. അയ്യോ, ചത്ത കഴിഞ്ഞാ പിന്നെ ഏത് കുഴിയിൽ പോയി കിടന്നാൽ എന്താടി? കർത്താവിനെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരികയാണെന്ന് എനിക്കറിയാം. ഔസേപ്പച്ചൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതാ. ഏത് ജാതിയിൽപ്പെട്ട പെണ്ണാണെങ്കിലും ശരി, തൊമ്മിക്കുഞ്ഞിനെ കൊണ്ട് ഞാൻ അവളെ കെട്ടിച്ചിരിക്കും. കൊള്ളാം, ബെസ്റ്റ്. എക്സർസൈസ് ചെയ്യാൻ പറ്റിയ ടൈം. എക്സർസൈസ് ഒന്നും അല്ലടാ, അച്ഛന്റെയും അപ്പച്ചന്റെയും പിണക്കം തീരാൻ വേണ്ടി ദിവസവും 1 മണിക്കൂർ തലകുത്തനെ നിന്നോളാന്ന് ഞാൻ നേർച്ച നേർന്നിരിക്കുക. എന്നാ നീ ലൈഫ് മുഴുവനും തലകുത്തിക്കേണ്ടി വരും. കണ്ടോ, അപ്പച്ചൻ കൊടുത്ത കല്യാണ പരസ്യം അച്ചടിച്ചു വന്നിട്ടുണ്ട്. സ്ത്രീധനം പ്രശ്നമല്ല, ജാതിയും മതവും പ്രശ്നമല്ല. പുഞ്ചക്കാട്ട് കുരിശിങ്കൽ ജോസഫ് ചാക്കോ. കിള്ളിക്കുറിശ് പോസ്റ്റ് ഓഫീസ് മുഴുവൻ മറുപടി കത്തുകൾ കൊണ്ട് നിറയോലോടാ. ഏയ്, അത്രയ്ക്കൊന്നും വരാൻ സാധ്യതയില്ല. ചെറുക്കൻ നീയാണെന്ന് അറിയാവുന്ന ആരും ആലോചനയായിട്ട് മുന്നോട്ട് വരാൻ പോകുന്നില്ല. എനിക്ക് എന്താണ് ഒരു കുഴപ്പം? ഒരു കുഴപ്പോ? നിനക്ക് കുഴപ്പങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ. ഈ പരസ്യം കണ്ട് പെമ്പിള്ളാരുടെ മാതാപിതാക്കൾ വല്ല കത്തിടുകയും അപ്പച്ചൻ അതിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുകയും ചെയ്താൽ നിന്റെ കാര്യം കട്ടപ്പോക. അപ്പോ അപ്പച്ചന്റെ കയ്യില് ഈ ആലോചനക്കാരുടെ കത്തുകൾ കിട്ടാൻ പാടില്ല അല്ലേ? കണ്ടോ, പത്രത്തിൽ പരസ്യം വന്നിട്ട് 2 ദിവസം പോലും തികഞ്ഞിട്ടില്ല. എന്നിട്ടും ഇത്രയും കത്തുകൾ വരാനുള്ള കാരണം എന്താ? ആൾക്കാര് പത്രം വായിക്കുന്നുണ്ട്. അല്ല, പിന്നെന്താ? പുഞ്ചക്കാട്ട് കുരിശിങ്കൽ ജോസഫ് ചാക്കോ എന്ന പേരിന്റെ വില. എന്റെ തറവാട്ടു മഹിമയെ കുറിച്ച് ഈ നാട്ടുകാർക്കുള്ള വില ഇപ്പൊ മനസ്സിലായല്ലോ. പിന്നെ കുരിശിങ്കക്കാരുടെ കേമത്വം കൊണ്ടൊന്നും അല്ല. ഈ നാട്ടുകാർക്കറിയാം കുരിശിങ്കിൽ ഔസേപ്പച്ചൻ കെട്ടിയിരിക്കുന്നത് ഇലഞ്ഞിക്കൽ തറവാട്ടിൽ നിന്നാണെന്ന്. അതിന്റേതായ മഹത്വം അല്ലേ നാണുവേട്ടാ? ഉണ്ടേ, തറവാട്ട് മഹിമ കൊണ്ടൊന്നും വലിയ കാര്യമില്ല കുഞ്ഞന്നാമ്മേ. എന്തായാലും ഔസേപ്പച്ചൻ ഭാഗ്യവാനാ. ഭാര്യയെ പേടിക്കാതെ ജീവിക്കാൻ കഴിയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. എടി, നീ ആ കണ്ണടയും കൂടെ എടുത്തിട്ട് വന്നേ, ഞാൻ ഇതൊക്കെ ഒന്ന് വായിക്കട്ടെ. വേണ്ട പറ്റ, ഐശ്വര്യമായിട്ട് ഞാൻ തന്നെ വായിച്ചു തുടങ്ങാം. എത്രയും ബഹുമാനപ്പെട്ട ജോസഫ് ചാക്കോ ചേട്ടൻ അറിയാം. ബഹുമാനപ്പെട്ട കേട്ടോ. മകന് വിവാഹാലോചന ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം കണ്ടു. അന്തസ്സും ആഭിജാത്യവും വിവേകവുമുള്ള തറവാട്ടിൽ പിറന്ന അങ്ങ്. കേട്ടോടി, അന്തസ്സും ആഭിജാത്യവും വിവേകവും. കോൾമേർ കൊള്ളുന്നിരിക്കെ വായിക്കണ മോനെ. തറവാട്ടിൽ പിറന്ന അങ്ങ് ഇങ്ങനെ ഒരു തെണ്ടിത്തരം കാണിക്കേണ്ട കാര്യം എന്താ? അവനവന്റെ ജാതിയിലുള്ള പെൺകുട്ടിയെ കൊണ്ട് മകനെ വിവാഹം കഴിപ്പിക്കുന്നതല്ലേടോ മോനെ നല്ലത് എന്ന് സ്വന്തം കോട്ടയം കുഞ്ഞച്ചൻ. അപ്പച്ച, ഉടുമ്പൻചോല മെത്രാൻ മാർ ക്യൂറിലോസ് സിറ്റിലോസ് കിർലോസ്കർ തിരുമേനിയുടെ കത്ത്. 4 പേരാണോ? അല്ല, ഒരാൾ. അയ്യോ, ചതിച്ചോ കർത്താവേ. എടീ, മെത്രാൻ എന്നെ അനുമോദിച്ചെഴുതിയ കത്തായിരിക്കും. നമ്മുടെ സമുദായത്തിൽ വേറെ ആരുണ്ടടി ഇത്രയും ചങ്കൂറ്റം കാണിച്ചിട്ടുള്ളത്? നീ വായിക്കടാ. പ്രിയപ്പെട്ട കുഞ്ഞാടെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. സത്യനായകനും മുക്തിദായകനും പുൽത്തൊഴുത്തിൻ പ്ലഗവുമായ സ്നേഹഗായകൻ. പാട്ടാണോ? അല്ല, കത്ത. യേശുനാഥൻ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി കാണിച്ചു തരട്ടെ. ശാന്തി തേടിയുള്ള നമ്മുടെ ജീവിതയാത്രയിൽ ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത പാപികളെ നമ്മുടെ കൂടെ ചേർക്കുന്നത് മഹാപാപമല്ലേ കുഞ്ഞെ? പള്ളിക്കും രൂപതയ്ക്കും എന്തിന് കത്തോലിക്ക സമുദായത്തിന് തന്നെ നീ ഒരു പാരയായി. പാരയോ? ഈ മെത്രാൻ വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ലല്ലോ, ഒരു തറ ലൈൻ. അയ്യോ, എനിക്ക് തെറ്റിയതാ. പാരയായി എന്നല്ല, ഭാരമായി. വിദ്യാഭ്യാസമുള്ള ആളാ. അപ്പച്ചാ, വേറൊരു കത്ത് ക്രിസ്ത്യൻ യുവജന സംഘം സെക്രട്ടറിയുടേതാ. അതെന്താണെന്ന് നോക്കടാ.